ചിറ്റൂർ പുഴയിൽ കോസ്വേയുടെ സമീപമുള്ള ഓവിൽ 2 യുവാക്കൾ അകപ്പെട്ടു എന്നുള്ളതാണ് ഏറ്റവും പുതിയ വാർത്ത. കോയമ്പത്തൂർ സ്വദേശികളായ യുവാക്കൾ കുളിക്കാൻ പുഴയിലെത്തിയപ്പോഴാണ് അപകടത്തിൽപ്പെട്ടത്. ഫയർഫോഴ്സും നാട്ടുകാരും ചേർന്ന് രക്ഷാപ്രവർത്തനം നടത്തുകയാണ്. വിവരങ്ങളുമായി ഇപ്പോൾ സച്ചിൻ വള്ളിക്കാട് ചേരുകയാണ്. സച്ചിൻ, വലിയ തരത്തിൽ നമുക്ക് ദൃശ്യങ്ങളിൽ നിന്നടക്കം മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. മന്ത്രി കെ കൃഷ്ണൻകുട്ടി അടക്കം ആ സംഭവ സ്ഥലത്ത് എത്തിച്ചേർന്നിട്ടുണ്ടെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. ഏതായാലും വലിയ തരത്തിൽ നാട്ടുകാരടക്കം ഈ രക്ഷാപ്രവർത്തനത്തിൽ പങ്കാളികളാകുന്നു. ഇപ്പോൾ ഈ ദൃശ്യങ്ങൾ കാണുന്നത് പോലെ തന്നെ പാലത്തിന് മുകളിലും താഴെയുമൊക്കെ നിരവധി ആളുകൾ തടിച്ചുകൂടിയിട്ടുണ്ട്. ഈ ഓവ് എന്ന് പറയുന്നത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ വെള്ളം ഈ ഒഴുകിപ്പോകുന്ന സ്ഥലം എന്നുള്ള അർത്ഥത്തിൽ, അതായത് ഈ എങ്ങനെയാണ് ഈ ഓവ് എന്നുള്ളത് കൃത്യമായി നമുക്ക് എങ്ങനെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്? നിലവിൽ ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്ന പോലെ ഫയർഫോഴ്സ്, നാട്ടുകാരടക്കം വലിയ തരത്തിലുള്ള തെരച്ചിൽ നടത്തുകയാണ്. ഇവർ അവിടത്തുകാരല്ല, ഈ പുഴയിൽ കുളിക്കാനെത്തിയവരാണ്, കോയമ്പത്തൂർ സ്വദേശികളാണെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇവർ എത്ര പേർ ഇവർക്കൊപ്പം ഉണ്ടായിരുന്നു? നിലവിൽ എങ്ങനെയാണ് രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നതെന്നുള്ള കാര്യങ്ങളാണ് അറിയേണ്ടത്. ഏതായാലും സച്ചിൻ വള്ളിക്കാട് അവിടെ നിന്നുള്ള ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ വലിയ തരത്തിലുള്ള രക്ഷാപ്രവർത്തനം അവിടെ നടക്കുകയാണ്. ചിറ്റൂർ പുഴയിൽ കോസ്വേയുടെ സമീപമുള്ള ഓവിലാണ് 2 യുവാക്കൾ അകപ്പെട്ടിരിക്കുന്നത്. കോയമ്പത്തൂർ സ്വദേശികളായ യുവാക്കൾ കുളിക്കാൻ പുഴയിലെത്തിയപ്പോഴാണ് അപകടത്തിൽപ്പെട്ടത്. ഇപ്പോൾ സച്ചിൻ ചേരുകയാണ്. സച്ചിൻ, എന്താണ് ഈ ഓവ് എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ എല്ലാവർക്കും മനസ്സിലാകണമെന്നില്ല. എങ്ങനെയാണ് ഈ യുവാക്കൾ അപകടത്തിൽപ്പെട്ടത്? എത്ര പേരാണ് ഈ സമയത്ത് അവിടെ ഉണ്ടായിരുന്നത്? ശരി സച്ചിൻ, ഏതായാലും സച്ചിൻ അവിടെ ഈ സംഭവ സ്ഥലത്ത് തന്നെ ഉണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. തത്സമയ ദൃശ്യങ്ങളാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സച്ചിൻ, എന്താണ് അവിടെ നൽകാൻ കഴിയുന്ന ഏറ്റവും പുതിയ വിവരം? ഒഴുക്കിൽപ്പെട്ട ആ സമയത്ത് തന്നെ മന്ത്രി കെ കൃഷ്ണൻകുട്ടി ഈ പ്രദേശത്ത് എത്തിയിരുന്നു. ഹലോ സച്ചിൻ, തുടരാം. കോയമ്പത്തൂര്. അവർക്ക് ഇതിന്റെ സ്ഥലമൊന്നും അറിയില്ലല്ലോ, അങ്ങനെ വന്ന് പെട്ടതാണെന്നാ പറയണം. എത്ര പേരുണ്ടായിരുന്നു? 9 പേര്. നിലവിൽ ഒരാളെ രക്ഷിച്ചു. ഇനിയിപ്പോൾ ഇയാളുടെ സ്ഥിതി എവിടെയാണെന്ന് അറിയില്ലല്ലോ. ഇത്തരത്തിൽ ഒരു അപകട മേഖല കൂടിയാണല്ലോ ഇത്. അപകട മേഖലയല്ല, അറിയാത്തവർക്ക് ഇത് വളരെ കൊച്ചിരാജാവിൻ്റെ കാലത്ത് കെട്ടിയതാണിത്. അല്ലാണ്ട് അപകട മേഖലയല്ല, അത് മുന്നറിവൊക്കെ കൊടുക്കും. പക്ഷെ അവർക്കിത് അറിയാതെ വന്ന് പെട്ടതാണ് അവർ. ഈ അടിപ്പാതയുടെ ഒരു രീതി എന്താണ്? അല്ല, അടിയിൽ ഇവിടെ ചെക്ക് ഡാം വേനൽക്കാലത്ത് ഇടും. വേനൽക്കാലത്ത് പലകിയിട്ട് ഇതിൽ ഇവിടുത്തെ കുടിവെള്ളത്തിൻ്റെ എല്ലാ ആവശ്യത്തിനും അതിന് നിൽക്കുന്നതാണ്. അതിപ്പോൾ ഈ പാലം വന്നപ്പോൾ ശേഷം അങ്ങനെ ഒരാവശ്യം ഇതിൻ്റെ വരുന്നില്ല. പിന്നെ കനാലുകളൊക്കെ വന്നതുകൊണ്ട് ഈ ആവശ്യം ഇത് തടയണായിട്ട് ഇപ്പോൾ ഇട്ടാതെ തന്നെ ഇപ്പോൾ ഒഴുക്ക് നന്നായി നടത്തിക്കൊണ്ട് പോവുകയാണ്. ആ ഒഴുക്കിലാണ് ഇവർ പെട്ടത്, അറിയാണ്ട് പെട്ടതാണ്. ഇത്തരത്തിലൊരു അപകട മേഖലയിലാണ് വിദ്യാർത്ഥികൾ ഇറങ്ങിയത്. ഇവിടുത്തെയുള്ള നാട്ടുകാർക്കൊക്കെ ഇത് അറിയാലോ, ഈ സ്ഥിതി എന്താ അറിയാം. പുറത്തുള്ളവരായതുകൊണ്ടാണ് അത് അറിയാതിരുന്നത്, ഇതിൻ്റെ ഒഴുക്കെന്താണെന്ന് അറിയാതിരുന്നത്. ഇവിടെ എന്തെങ്കിലും അപകട സൂചന ബോർഡുകളോ മറ്റോ സ്ഥാപിച്ചു? ഇല്ല, അതിപ്പോൾ തമിഴ് കുട്ടികളാണ്. ഇവിടെ എല്ലാവർക്കും അറിയാലോ ഇത്. അപകട സൂചന ഈ കേരളത്തിൽ മുഴുവൻ ആളുകൾക്ക്, തമിഴ്നാട്ടിലെ ഒരുവിധമുള്ള ആളുകൾക്കൊക്കെ അറിയാം. ഇത് വളരെ ദൂരത്ത് നിന്ന് വന്ന കുട്ടികളായതുകൊണ്ടാണ് ഈ അബദ്ധം. നിലവിൽ അറിയാൻ വേണ്ടി സാധിച്ചത് ഇത്തരത്തിലൊരു മദ്യപിച്ചിട്ടാണ് വിദ്യാർത്ഥികൾ എത്തിയെന്നൊക്കെ ഒരു അതെനിക്കറിയില്ല. അറിയാത്ത കാര്യത്തിനെ കുറിച്ച് ഞാൻ പറയേണ്ടത്. സിജു, തീർച്ചയായും ഇന്ന് ഉച്ചയോടുകൂടിയാണ് ഈ പ്രദേശത്ത് വിദ്യാർത്ഥികൾ, കോയമ്പത്തൂർ കോളേജിലെ വിദ്യാർത്ഥികളാണ് 9 പേരടങ്ങിയ സംഘമാണ് ഈ പ്രദേശത്ത് എത്തിയത് എന്നാണ് മന്ത്രി അടക്കം. സച്ചിൻ, നമുക്ക് മനസ്സിലാക്കാൻ കഴിയും, നേരത്തെ മന്ത്രി പറഞ്ഞതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ കഴിയുന്നത് പ്രദേശവാസികൾക്കാണെങ്കിൽ അവിടെ ഒരു അപകട സാധ്യതയുള്ള സ്ഥലമില്ല. അവർക്കറിയാം ഈ വേനൽക്കാലത്തടക്കം അവിടെ ചെക്ക് ഡാം കെട്ടി വെള്ളം കൊണ്ടുപോകുന്ന സ്ഥലമാണ്. മഴക്കാലത്തും ഏത് തരത്തിലുള്ള വെള്ളം ഒഴുക്കാണുള്ളതെന്ന് പ്രദേശവാസികൾക്കറിയാം. ഇപ്പോൾ കോയമ്പത്തൂരിൽ നിന്നെത്തി അവർക്ക് അവിടെ ഇതിൻ്റെ ഒരു സ്ഥിതിയെക്കുറിച്ച് ധാരണയില്ലായിരുന്നു. അതുകൊണ്ടാണ് അവർ അപകടത്തിൽപ്പെട്ടതെന്നാണ് മന്ത്രിയുടെ വാക്കുകളിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ഇപ്പോഴെങ്ങനെയാണ് അവിടെ രക്ഷാപ്രവർത്തനത്തിൻ്റെ രീതി പുരോഗമിക്കുന്നത്? ഒരുപക്ഷെ സച്ചിൻ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ ഓവ് എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? ഒരുപക്ഷെ എല്ലാവർക്കും പ്രദേശവാസികൾക്ക് അറിയാം ഓവ് എന്നുള്ളത് അത് ചെറിയൊരു ചാലാണ്. എന്താണ് ഓവ് എന്നുള്ളത് ഉദ്ദേശിക്കുന്നത്?
സിജു, തീർച്ചയായും ആ സമയത്ത് തന്നെ ഇവിടെ രക്ഷാപ്രവർത്തനം ആരംഭിച്ചിരുന്നു. കാരണം തമിഴ്നാട്ടിൽ നിന്നും എത്തിയ വിദ്യാർത്ഥികളാണ് ഇത്തരത്തിൽ അപകടത്തിൽപ്പെട്ടത്. അതായത് ഈ പ്രദേശത്ത്, അതായത് ചിറ്റൂർ പ്രദേശത്തുള്ള ആളുകൾക്കൊക്കെ ഇവിടെ ഒരു അപകട ഭീഷണി ഉണ്ട് എന്ന കാര്യം അറിയായിരുന്നു. എന്നാൽ പോലും ഈ പ്രദേശത്തേക്ക് തമിഴ്നാട്ടിൽ നിന്നും വലിയ രീതിയിൽ വിദ്യാർത്ഥികളും അതേപോലെ തന്നെ വിനോദസഞ്ചാരികളും എത്താറുണ്ട്. അവർ ഇവിടെ അപകടത്തിൽ, അതായത് ഇവിടെ ഇത്തരം ഒരു അപകട ഭീഷണി ഉണ്ട് എന്ന കാര്യം പോലും വകവെക്കാതെ ഈ പ്രദേശത്തേക്ക് കുളിക്കാൻ വേണ്ടി സച്ചിൻ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നുണ്ട്. സച്ചിൻ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നുണ്ട്. ഇവർ ഈ കുളിക്കാൻ ഇറങ്ങിയത്, ഇപ്പോൾ നമ്മൾ കാണുന്ന ഒരു തടയണ കെട്ടിയ സ്ഥലം, അതിനും സമീപം പാലം, അതിന് താഴെയാണോ കുളിക്കാൻ ഇറങ്ങിയത്? തീർച്ചയായും ഇത് പണ്ട് ഇവിടെ ഉണ്ടായിരുന്ന ഒരു റോഡിന്റെ ഭാഗമാണ്. അതിന്റെ അടിയിലുള്ള ഒരു ഭാഗത്താണ് ഇവർ കുളിക്കാൻ ഇറങ്ങിയത് എന്നാണ് അറിയാൻ വേണ്ടി സാധിച്ചത്. ആ സമയത്ത് ഇവിടെ ഉണ്ടായിരുന്ന യുവാക്കൾ, രക്ഷാപ്രവർത്തനം ചേർന്ന യുവാക്കൾ തന്നെ ചേരുന്നുണ്ട്. എന്തായിരുന്നു സംഭവിച്ചത്? സംഭവം ഞങ്ങൾ വണ്ടിയിൽ വരുമായിരുന്നു, അപ്പോഴാണ് ഇങ്ങനെ ഒരു സംഭവം നടക്കുന്നത് കണ്ടത്. അപ്പോൾ ആൾക്കാരും നമുക്ക് പെട്ടെന്ന് അറിഞ്ഞില്ല. അപ്പോൾ ഇങ്ങനെ വന്നപ്പോഴാണ് ഒരാൾ പട്ടിയുടെ പാതിയിൽ ഇങ്ങനെ നിൽക്കുമായിരുന്നു. ഒരാൾ ഗൗതം പറഞ്ഞ ആൾ പാതിയിൽ നിൽക്കുമായിരുന്നു, ഈ ഓടൻ്റെ ഉള്ളിൽ പോകാൻ വേണ്ടി ഇങ്ങനെ നിൽക്കുമായിരുന്നു. അപ്പോൾ ഞങ്ങൾ വന്നിട്ട് കൈയൊക്കെ പിടിച്ച് സഹായിച്ച് ലാസ്റ്റ് അങ്ങനെ പിടിച്ച് നിൽക്കുന്നത്. പക്ഷേ ഞങ്ങൾക്ക് പേരായിരുന്നു ഉണ്ടായില്ല. അവർ വരുമ്പോൾ അവരുടെ ഫ്രണ്ട്സ് മാത്രം ഉണ്ടായിരുന്നുള്ളൂ. ഫ്രണ്ട്സ് അവരുടെ ഒരു 4-5 ഫ്രണ്ട്സും പിന്നെ ഒരു ഗേൾ ഫ്രണ്ട്സുകൾ അവർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഞങ്ങൾ അതിന് ശേഷം വന്നതിന് ശേഷമാണ് ഞങ്ങൾ പിന്നെ അതിന് ശേഷം പിടിച്ച് കൈ പിടിച്ച് നിർത്തി എത്ര വലിക്കുന്നു വരുന്നില്ല, എത്ര പിടിക്കുന്നു ശരീരം ഉള്ളിൽ പോയതായിരുന്നു. പിന്നെ നമുക്ക് അത്രയും പിടിക്കാൻ പറ്റില്ല. ആൾ ജസ്റ്റ് ശ്വാസം നിലനിർത്താൻ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ ഫയർഫോഴ്സ് വിളിച്ച് ബാക്കി അവരൊക്കെ വന്നിട്ടാണ് തൂക്കാൻ പറ്റിയത്. ആര് കൈ വിടാതെ അങ്ങനെ തമിഴാണ് അങ്ങനെ പറയുന്നത്. കുളിക്കാൻ എത്തിയതാണോ? അല്ല അവര് അങ്ങനൊന്നും പറഞ്ഞില്ല, അതിനെ കുറച്ച് കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. എത്ര പേരുണ്ടായിരുന്നു? ഒരു 6 പേരുണ്ടായിരുന്നു. ഒരാൾ ഉള്ളിൽ പോയിട്ട് 10 മിനിറ്റ് ആയി, ഉള്ളിലും പോയി ഇയാൾ വേറെ പോകാൻ നിൽക്കാൻ അതിന് പിന്നാലെ. അപ്പൊ നമ്മളെ നിർത്തിയാണ്. പിന്നെ ശരി, സച്ചിൻ വള്ളിക്കാടാണ് ഇപ്പോൾ ചിറ്റൂർ പുഴയിൽ നിന്നുള്ള കോയമ്പത്തൂർ സ്വദേശികളായ ചിറ്റൂർ പുഴയിൽ കോസ്വേയുടെ സമീപമുള്ള ഓവിൽ 2 യുവാക്കൾ അകപ്പെട്ടു. കോയമ്പത്തൂർ സ്വദേശികളായ യുവാക്കൾ കുളിക്കാൻ പുഴയിലെത്തിയപ്പോഴാണ് അപകടത്തിൽപ്പെട്ടത്. ഫയർഫോഴ്സ്, നാട്ടുകാരും ചേർന്ന് രക്ഷാപ്രവർത്തനം, ഇപ്പോൾ പ്രദേശവാസികൾ അവിടെ രക്ഷാപ്രവർത്തനത്തിനെത്തിയ യുവാക്കളാണ് കൈരളി ന്യൂസിനോട്, സച്ചിൻ വള്ളിക്കാടിനോട് ഈ വിവരങ്ങൾ, അനുഭവങ്ങൾ പങ്കുവെക്കുകയും ചെയ്തു. ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ ഫയർഫോഴ്സ്, അതോടൊപ്പം തന്നെ പോലീസും വലിയ തരത്തിലുള്ള രക്ഷാപ്രവർത്തനം, നല്ല ഒഴുക്കുണ്ടായിരുന്ന സ്ഥലമായിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പ്രദേശവാസികളായിരുന്നുവെങ്കിൽ ഇത്തരത്തിലൊരു അപകടത്തിൽപ്പെടാൻ സാധ്യത ഉണ്ടാകുമായിരുന്നില്ല. നിലവിൽ കോയമ്പത്തൂരിൽ നിന്നുള്ള 9 അംഗ സംഘമാണെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. നേരത്തെ മന്ത്രി പറഞ്ഞത് അങ്ങനെയാണ്, 9 പേർ ഈ സംഘത്തിലുണ്ടായിരുന്നു. കോയമ്പത്തൂരിൽ നിന്ന് എത്തിയ വിനോദസഞ്ചാരികളാണ്. അതിൽ 2 പേരാണ് ഇപ്പോൾ അപകടത്തിൽപ്പെട്ടിരിക്കുന്നത്. വലിയ ഒഴുക്ക് ഉണ്ടായിരുന്നു. ഈ ഓവിലൂടെ നല്ല ശക്തിയോടെ വെള്ളം ഒഴുകുന്നു. അതിൽ തന്നെ രക്ഷിക്കാൻ കഴിയാത്ത സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. അത്രയ്ക്ക് ശക്തിയിലാണ് ഒഴുക്കുണ്ടായിരുന്നതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇപ്പോൾ ഏതായാലും വലിയ തരത്തിലുള്ള രക്ഷാപ്രവർത്തനം നാട്ടുകാരുടെയും ഫയർഫോഴ്സിൻ്റെയും പോലീസിൻ്റെയും നേതൃത്വത്തിൽ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നു. അതിദാരുണമായൊരു സംഭവമാണ്. 9 പേരടങ്ങുന്ന സംഭവമാണ്. അവിടെ സംഘമാണ് അവിടെ എത്തിച്ചേർന്നത്. നാട്ടുകാർ പറയുന്നത് പോലെ തന്നെ രക്ഷിക്കാൻ നാട്ടുകാരടക്കം യുവാക്കളടക്കം അവിടെ വലിയ തരത്തിലുള്ള ശ്രമം നടത്തിയിരുന്നു. പക്ഷേ രക്ഷിക്കാൻ കഴിഞ്ഞില്ല. 2 യുവാക്കൾ ആ വെള്ളത്തിൽ ഒഴുക്കിൽപ്പെട്ടു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. മഴക്കാലത്ത് വലിയ തോതിൽ ഒഴുക്കും വെള്ളവും ഉയരാറുള്ള സ്ഥലമാണ് ചിറ്റൂർ പുഴയുടെ കോസ്വേ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ പ്രദേശവാസികൾ ഇവിടെ അപകടത്തിൽ പെടാറില്ല. കാരണം ആ പ്രദേശത്തിൻ്റെ സ്വഭാവവും നദിയുടെ ചിറ്റൂർ പുഴയുടെ ഒഴുക്കിനെ സംബന്ധിച്ചും കോസ്വേയെ സംബന്ധിച്ചും വ്യക്തമായ ബോധ്യം പ്രദേശവാസികൾക്കുണ്ട്. ഇതറിയാതെ വന്നുപെട്ട കോയമ്പത്തൂർ സ്വദേശികളായ യുവാക്കളാണ് അപകടത്തിൽപ്പെട്ടതെന്നാണ് നമുക്കിപ്പോൾ നൽകാൻ കഴിയുന്നത്. സച്ചിൻ വള്ളിക്കാട് ഒരിക്കൽ കൂടി ചേരുന്നുണ്ട്. സച്ചിൻ, നേരത്തെ ഈ പ്രദേശവാസികളൊക്കെ പറഞ്ഞത്, രക്ഷാപ്രവർത്തനത്തിനെത്തിയ യുവാക്കൾ പറഞ്ഞതുപോലെ അവരെ രക്ഷിക്കാൻ പരമാവധി ശ്രമം നടത്തി. പക്ഷേ ശക്തമായ ഒഴുക്കായിരുന്നു, അതിൽ പെടുകയായിരുന്നു 2 യുവാക്കളും. അങ്ങനെ തന്നെയാണോ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്? ഇപ്പോഴും നമുക്ക് ബോധ്യപ്പെടേണ്ട ഒരു കാര്യം, ഈ ഓവ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ കോസ്വേയുടെ വെള്ളം ഒഴുകിപ്പോകുന്ന ചാലുകളെയാണോ? അത് എങ്ങനെയാണ് ഈ ഓവെന്ന് കൊണ്ട് നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ കഴിയുന്നത്? തീർച്ചയായും ഇത് മുൻകാലങ്ങളിലുള്ള ഒരു റോഡാണ് എന്നാണ് ഇവിടുത്തെ നാട്ടുകാർ പറഞ്ഞിട്ടുള്ളത്. ആ സമയത്തുണ്ടായിരുന്ന രക്ഷാപ്രവർത്തനത്തിലുള്ള ആളുകൾ തന്നെ ചേരുന്നുണ്ട്. ഇത് ഓവാണ്, ആളുകൾ തന്നെ ചേരുന്നുണ്ട്. ഇത് ഓവാണ്.
ഓവാണ്, പക്ഷെ അടിയിൽ നമ്മൾ ചെറിയൊരു ബ്ലോക്കും കൂടി ഉണ്ട്. അപ്പോൾ അതിൽ പെട്ട് കഴിഞ്ഞാൽ ഒരു 50% താഴോട്ട് പോകാനുള്ള സാധ്യതയുള്ളൂ. കുടുങ്ങാനാണ് മാക്സിമം സാധ്യത. അതിലിപ്പോൾ 2 പേരാണ് ഞങ്ങൾ വരുന്ന സമയത്ത്. ആദ്യം ഒരാൾ പാതി ഇടുപ്പിന് വെള്ളത്തിൽ നിൽക്കുകയായിരുന്നു. നമ്മളിപ്പോൾ മുണ്ടഴിച്ച് ഇടുപ്പിൽ കെട്ടിയിട്ടാണ് പിടിച്ചു നിർത്തിയത്. അരമണിക്കൂറോളം പിടിച്ചു നിർത്തി. പിന്നെ ഫയർഫോഴ്സും കൂടെ വന്നിട്ടുണ്ടായിരുന്നു. അയാളിനെ പിടിച്ച് രക്ഷപ്പെടുത്തുന്ന സമയത്ത് ആൾ ജീവനുണ്ടായിരുന്നു. പിന്നെ അപ്പോൾ ആ സമയത്ത് അവരുടെ കൂടെയുള്ളവർ വന്ന് പറഞ്ഞ സമയത്ത് അതിൻ്റെ ഉള്ളിലൂടെ ഒരാളും കൂടി ഉണ്ടെന്നാണ് പറഞ്ഞത്. ഈ ഓവിൻ്റെ ഒരു സ്ട്രക്ചർ എങ്ങനെയാണ്? അതായത് ഇതിൻ്റെ ഉള്ളിൽ ചെറിയൊരു മടക്ക് പോലെ ഒരു കമ്പി അതുണ്ട്. അപ്പോൾ അതിൽ നമുക്ക് ഒരാൾ പെട്ട് കഴിഞ്ഞാൽ ഫുള്ളായിട്ട് പോകാൻ സാധ്യതയുണ്ട്. അതിൽ കാല് കുടുങ്ങിയാൽ ചിലപ്പോൾ അത് നിൽക്കും, കുടിക്കാൻ നിൽക്കും, അല്ലെങ്കിൽ ഒഴിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. ആദ്യത്തെ ആളെ കിട്ടിയത് എങ്ങനെയാണ്? അല്ല, ഞങ്ങൾ വരുന്ന സമയത്ത് ഈ ഉള്ളിൽ പെട്ടിട്ട് കാലുകൾ മടങ്ങി നിൽക്കുകയായിരുന്നു. അപ്പോൾ ഈ തലയ്ക്ക് മുകളിൽ ശരി, സച്ചിൻ വള്ളിക്കാടാണ് ചിറ്റൂർ പുഴയുടെ സമീപത്തു നിന്ന് അപകടമുണ്ടായ സ്ഥലത്ത് നിന്ന് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. 2 യുവാക്കൾ, കോയമ്പത്തൂർ സ്വദേശികളായ 2 യുവാക്കളാണ് ചിറ്റൂർ പുഴയിലെ കോസ്വേയിൽ ഇറങ്ങിയതിനെ തുടർന്ന് ഓവിൽ പെട്ട് ഒഴുകുകയായിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇപ്പോൾ ഏതായാലും അവരെ രക്ഷിക്കുന്നതിനുള്ള ശ്രമങ്ങൾ അതിതീവ്രമായി പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. നാട്ടുകാരും ദൃശ്യങ്ങളിൽ കാണുന്നവർ, ഏറ്റവും പുതിയ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കാണുന്നത്. മന്ത്രി കെ കൃഷ്ണൻകുട്ടി അടക്കം ഈ സംഭവ സ്ഥലത്തേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. പക്ഷേ അവിടുത്തെ ഒഴുക്കിൻ്റെ ഒരു രീതി അനുസരിച്ച് വലിയ ശക്തമായ ഒഴുക്കാണ്. ഓവിലേക്ക് താഴേക്ക് ഒഴുകുന്ന രീതിയാണ് വെള്ളത്തിനുള്ളത്. അതുകൊണ്ട് തന്നെ അവർക്ക് പിടിച്ചു കയറാൻ, രക്ഷപ്പെടുത്താൻ ശ്രമിച്ചപ്പോൾ പോലും അവരെ രക്ഷിക്കാൻ കഴിയാത്ത അത്ര ശക്തിയായ ഒഴുക്കാണ് അവിടെ ഉണ്ടായിരുന്നതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്.